UAE ദുബായ് സ്റ്റുഡിയോയിൽ നിന്നാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഓഷോയുടെ ഒരു വീഡിയോ ആണ്. അതിൽ അദ്ദേഹം ദൈവമില്ല, മതത്തിൻ്റെ ആവശ്യമില്ല എന്ന രൂപത്തിൽ പറയുന്ന ഒരു വീഡിയോ ആണ്. അത് നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാൻ നേരം. Quotes that are out in the press. The one where you say there is no God. Or at least that's what the primary headline sort of read. There is no God. Could you expand on that? Are you saying that that there is no God outside of creation per se? Certainly, I'm saying that there is no creator. Creation itself is enough unto itself. It needs no outside agency to create it. At the moment you accept an outside agency to create it, you fall into a vicious circle. Because the reasoning is that how existence can be there without being created by someone. That is the reasoning of all the religions. If you accept their reasoning, then the question arises, who created the gods? And if God can be there without being created, then what is the problem? Then existence can be there without being created. You accept principally that something can be there without being created. So why unnecessarily go from A to B, from B to C? And those are all hypotheses. God A creates God B, God B creates God C, unnecessarily. The whole theology is simply nonsense. It begins with God. Theo means God. And logic means logic about God. That is a contradiction in terms. So creation itself then is God. We are God. You're God. I'm God. Everybody here is God. Yeah, if you want The whole to game use is the God. word God, Or source. there is no problem. There is no problem for me. I'm very familiar with it. But you will have to change the meaning because the donkey will be the God. പിന്നെ ദൈവമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. മറ്റൊരു വഴിയിലൂടെയാണ് പറയാൻ ശ്രമിക്കുന്നത്. സ്ഥിരം ഏത്തിസ്റ്റുകളുടെ അതെ. സ്ഥിരം ആർഗ്യുമെന്റ് ക്രിയേഷൻ്റെ ഇൻസൈഡ് ജോബാണ്, എല്ലാവരും ഔട്ട്സൈഡ് ഏജൻസിയുടെ ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സാധാരണ അവർ ഉപയോഗിക്കുന്ന ഒരു ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം വരും. അങ്ങനെ ഒരു വളഞ്ഞ വഴിയിലൂടെ അദ്ദേഹം പോകുന്നത്. ഓക്കെ, പിന്നെ ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് തന്നെ വൈ ദർ ഈസ് സംതിങ് റൈദർ ദാൻ നത്തിങ്. ശൂന്യതയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം. പക്ഷേ ഇവിടെ ശൂന്യതയല്ല ഉള്ളത്, സംതിങ് എക്സിസ്റ്റ്, എന്തെങ്കിലുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ PSR പ്രിൻസിപ്പിൾ ഓഫ് സഫിഷ്യൻറ്റ് റീസൺ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കണ്ടിൻജൻ്റായ ഡിപ്പെൻഡൻ്റായി നിലനിൽക്കുന്ന ഈ ഒരു ലോകത്തിന് സ്വാഭാവികമായിട്ടും ഒരു വിശദീകരണം ഉണ്ടായിരിക്കണം. ഇതാണ് അവിടെ യൂസ് ചെയ്യുന്ന റീസണിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഇവിടെ എവിടെയും തന്നെ ഓഷോ മറുപടിയൊന്നും പറയുന്നില്ല. ഓക്കെ, പിന്നെ ഗോഡിന് ആവശ്യമില്ലെങ്കിൽ നമുക്കും വേണ്ട എന്ന് പറയുന്നത് ശരി, അതൊരു മറുപടിയല്ല. എന്തുകൊണ്ട് യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, വൈ ദർ ഈസ് സംതിങ് റൈദർ ദാൻ നത്തിങ് എന്ന് പറയുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ആ ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിൽ മുഴുവൻ നിന്ന് കാണുന്നത്. ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, യൂണിവേഴ്സിന് ഒരു ബിഗിനിങ് ഉണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിന് സം കൈൻഡ് ഓഫ് ക്വാളിറ്റീസ് ഉണ്ട്. അതിന് ചില നിയമങ്ങളുണ്ട്, അതിന് ചില വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിനെ ഫൈൻ ട്യൂണിങ് ആണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിന് സ്വാഭാവികമായിട്ട് ഉത്തരമാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ മൊബൈലിൻ്റെ കേസ് പറയുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഈ മൊബൈൽ ഈ ഒരു രൂപത്തിൽ, ഈ ഒരു സ്വഭാവത്തിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കണം. ഇനി ഒരു 1000 മൊബൈലാണെങ്കിലും 10,000 മൊബൈലാണെങ്കിലും അതിന് ഉത്തരം ഇല്ലാതായി മാറുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാധനം നമ്മൾ കണ്ടിൻജൻറ്റ് ബീങ്സ് എന്ന് പറയുന്നത്, സ്വയം നിലനിൽപ്പില്ലാത്ത ഒന്നിനെയാണ് നമ്മൾ കണ്ടിൻജൻറ്റ് ബീങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിലെ പ്രപഞ്ചത്തിലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഏതൊരു കാര്യത്തിനെ എടുത്തു കഴിഞ്ഞാലും അത് ഈ സെയിം നേച്ചർ തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. അതിലൊന്നും തന്നെ എന്തുകൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള വിശദീകരണമില്ല. ഭൗതികമായ യാതൊന്നും ആ ഒരു വിശദീകരണമില്ല. അപ്പോൾ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ കോസ്മോസ് എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനൊരു ചോദ്യം ഉണ്ടാവും. അതിന് മറുപടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സ്വയം നിലനിൽപ്പുള്ള മറ്റുള്ളതിനെയെല്ലാം വിശദീകരിക്കുന്ന ഒരു അസ്തിത്വം സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ 1+1=2 എന്ന് പറയുന്ന ഒരു നെസസറി പ്രിൻസിപ്പിളാന്ന് പറയാം. അതായത് അത് പിന്നെ ഒരു 10 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു സാധനമല്ല, ഒരു എറ്റേണൽ ആയിട്ടുള്ള ലോ ആണ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ കോൺക്രീറ്റായി എക്സിസ്റ്റൻസ് ഉള്ള എല്ലാ കാലത്തും അതുപോലെ നെസസറിയായി നിലനിന്ന മറ്റുള്ളതിനെല്ലാം സൃഷ്ടിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ കണ്ടിൻജൻറ്റ് നേച്ചറുള്ള സെൽഫ് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഈ ഒരു കോസ്മോസ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന്
നെസസറി ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെ ഒരു പിന്നെ അസ്തിത്വത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ഈ പ്രപഞ്ചം ഉണ്ടായി എന്നുള്ളിടത്ത് നമുക്കൊരു ഹോൾ പിക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓഷോനെ സംബന്ധിച്ചിടത്തോളം ഓഷോ കുറച്ച് വട്ടൻ ചോദ്യങ്ങളും കുറച്ച് തോട്ട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞ് അദ്ദേഹം ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുക മാത്രമേ ദർ ഇസ് നോ ആൻസർ ഫോർ ഹിം. അപ്പോൾ അതൊരു പ്രശ്നമാണ്. എന്ന് മാത്രമല്ല സയൻസ്, പ്രത്യേകിച്ച് സയൻസ് യൂസ് ചെയ്യുന്ന എത്തിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ മോഡൽ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഒരു ഐസ് കട്ട് എടുത്ത് വെച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഒരു നിശ്ചിത താപനിലയിൽ അത് ഉരുകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് തന്നെ ഒരു 10 ഐസ് കട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാലും 100 ഐസ് കട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാലും അത് അങ്ങനെയാണ് സംഭവിക്കുക എന്ന് സയൻസ് അസ്യൂം ചെയ്യും. സയൻസിന് അത് അങ്ങനെ അസ്യൂം ചെയ്യാൻ കഴിയുന്നത് മോഡൽ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഐഡിയ ഉപയോഗിച്ചിട്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസ് കട്ടയ്ക്ക് സംഭവിക്കുന്ന അത് തന്നെ ആയിരിക്കണം മറ്റൊരു ഐസ് കട്ടയ്ക്കും സംഭവിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഭൗതികമായിട്ടുള്ള ഈ മൊബൈലിൽ കാണുന്ന സ്വഭാവത്തിൽ, ഈ ഭൗതികമായിട്ട് ഈ കാണുന്ന ലോകത്തിൽ കാണുന്ന ആ ഒരു സ്വഭാവത്തിൽ സകലത്തിനും നമ്മൾ പിന്നെ ഫർദർ എക്സ്പ്ലനേഷൻ കാണുന്നുണ്ട്, ഫർദർ റീസൺ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഭൗതികമായിട്ടുള്ള ഈ ഉണ്മകളെല്ലാം ചേർന്ന കോസ്മോസിനും ഫർദർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി എ നെസസറി ബീയിങ് വിച്ച് ഇസ് ഗോഡ്. സോ ഓഫ് കോഴ്സ് നമ്മൾ ഗോഡിലേക്ക് റാഷണലായിട്ട് തന്നെ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗോറിക്കൽ ഡിഫറൻസ് കൂടെ മനസ്സിലാക്കാത്ത പ്രശ്നമാണ് ഓഷോ അവിടെ പറയുന്നത്. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്ലീശയാണ്. എന്താണ് ഇതെല്ലാം സൃഷ്ടിക്കാൻ ദൈവം വേണമെങ്കിൽ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ഈ ചോദ്യം. ഇത് പല ആളുകളും തുടങ്ങുന്നത് എങ്ങനെയാണ്? എല്ലാത്തിനും ഒരു കാരണം വേണമെങ്കിൽ, എല്ലാം സൃഷ്ടിക്കാൻ ഒരു കാരണം വേണമെങ്കിൽ ദൈവത്തിനൊരു കാരണം വേണ്ടേ എന്നുള്ളതാണ്. സത്യത്തിൽ എല്ലാത്തിനും എല്ലാം സൃഷ്ടിക്കാൻ ഒരു കാരണം വേണം എന്ന് പറഞ്ഞ, ദൈവമുണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി എല്ലാത്തിനും ഒരു കാരണം വേണം, എവറിത്തിങ് റിക്വേഴ്സ് എ ക്രിയേറ്റർ എന്ന് വാദിച്ച ഒരു തീസ്റ്റ് പോലും ലോകത്തില്ല എന്നുള്ളതാണ്. ഒരു സീരിയസ് തീസ്റ്റ് ഫിലോസഫർ പോലും ലോകത്തില്ല. അതായത് എല്ലാത്തിനും ഒരു കാരണം വേണം, അതുകൊണ്ട് ദൈവമുണ്ട് എന്ന് വാദിച്ച ഒരൊറ്റ തീസ്റ്റ് ഫിലോസഫർ പോലും ലോകത്തില്ല. ഓക്കെ, ഇത് അല്പം ബോധവും വെളിവുമുള്ള നിരീശ്വരവാദികൾ പോലും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം മെജസ്റ്റി ഓഫ് റീസണിൽ ജോഷ് സ്മിത്ത് ഈ ആർഗ്യുമെന്റ് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. കുറെ കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് അദ്ദേഹം ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എവറിത്തിങ് റിക്വേഴ്സ് ക്രിയേറ്റർ, ദ യൂണിവേഴ്സ് ഇസ് സംതിങ്, ദെർഫോർ യൂണിവേഴ്സ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് ഇട്ടിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, ലോകത്താരും വായിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഈ വിവരദോഷികൾ മാത്രമേ ഇത് വാദിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇവർ തന്നെ ഇതിന് കൗണ്ടർ പറയും എന്നുള്ളതാണ്. എല്ലാത്തിനും കാരണം വേണം, അപ്പോൾ പിന്നെ ദൈവത്തിനും കാരണം വേണ്ട എന്നുള്ളത്. ഏത് ദൈവത്തിന് ഉപയോഗിക്കുന്ന ഏത് ആർഗ്യുമെന്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാലും അതെല്ലാം കണ്ടിൻജൻ്റ് ആയിട്ടുള്ള എല്ലാത്തിനും ഒരു കാരണം വേണം, തുടക്കമുള്ള എല്ലാത്തിനും ഒരു കാരണം വേണം, മാറ്റമുള്ള എല്ലാത്തിനും ഒരു കാരണം വേണം. ലൈക്ക് അങ്ങനെയുള്ള കണ്ടീഷൻസ് വെച്ചിട്ടാണ് അത് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ മാറ്റമുള്ള എല്ലാത്തിനും ഒരു കാരണം വേണമെങ്കിൽ മാറ്റമില്ലാത്ത എന്തോ ഒന്ന് തുടക്കത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം പി എസ് ആർ നമ്മൾ പറയുന്നത് കണ്ടിൻജൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എക്സിസ്റ്റ് ചെയ്യൽ പോസിബിൾ അല്ലാതിരിക്കുകയും ചെയ്യുന്ന കണ്ടിൻജൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണം വേണം. അപ്പം സ്വാഭാവികമായും അങ്ങനെ കാരണം വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു കാരണമില്ലാതെ എന്തുകൊണ്ടാണ് ഇവിടെ വസ്തുക്കൾ പ്രത്യക്ഷപ്പെടാത്തത്, ഒരു കാരണമില്ലാതെ എന്തുകൊണ്ടാണ് വസ്തുക്കൾ അപ്രത്യക്ഷമാവാത്തത് എന്നൊരു പ്രശ്നം വരും. അപ്പോൾ സ്വാഭാവികമായും ഒരാൾക്ക് PSR അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും, കണ്ടിൻജൻ്റായ എല്ലാത്തിനും ഒരു കാരണം വേണം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ചെയിന് പോയി കണ്ടിൻജൻ്റ് അല്ലാത്ത നോൺ എക്സിസ്റ്റൻസ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട് എന്നയാൾക്ക് സമ്മതിക്കേണ്ടി വരും. ഓക്കെ, അത് യൂണിവേഴ്സ് ആവാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം നെസസറി ആയിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും ചേഞ്ച് ആവില്ല. കാരണം നെസസറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോൺ എക്സിസ്റ്റൻസ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഒരു കാര്യം ഇല്ലാണ്ടാവുകയാണെങ്കിൽ അതൊരിക്കലും നെസസറി ആവില്ല. കാരണം അതിൻ്റെ നോൺ എക്സിസ്റ്റൻസ് ഇമ്പോസിബിൾ ആണെങ്കിൽ അത് ഇല്ലാണ്ടാവുന്നത് ഇമ്പോസിബിൾ ആയിരിക്കും. പക്ഷെ നമ്മളിവിടെ പ്രപഞ്ചത്തിൽ കാണുന്ന കാര്യങ്ങൾ നശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, അത് പുതുതായി കാര്യങ്ങൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്, സോ പുതിയ അറേഞ്ച്മെൻറ്റുകൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതൊന്നും ബേസിക്കലി സംഭവിക്കില്ല എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മാറ്റമില്ലാത്ത, തുടക്കമില്ലാത്ത ഒരു നെസസറി ബീയിങ് ഉണ്ടാകും എന്നുള്ളത്. അത് ഇതിൽ നിന്ന് ഇങ്ങനെയാണ് ആർഗ്യുമെൻ്റ് റൺ ചെയ്യുന്നത്. ഈ മണ്ടൻ ചോദ്യമൊക്കെ ചോദിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ലോകത്താർക്കും ഇല്ലാത്ത എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവണം എന്ന് വിശ്വാസികൾക്ക് വാദമുണ്ടെന്ന് ആദ്യം ആദ്യം മണ്ടത്തരം പറയണം എന്ന് വിശ്വാസികൾക്ക് ലോകത്തൊരു വിശ്വാസിയും ഇതേവരെ വാദിച്ചിട്ടില്ലാത്ത മണ്ടത്തരം ആദ്യം പറയണം. എന്നിട്ട് ഇല്ലാത്ത വൈക്കോൽ മനുഷ്യനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്ട്രോമാൻ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് സ്ട്രോമാൻ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, പിന്നെയുള്ളത് ടിലോജിക്കൽ ആർഗ്യുമെന്റ്സ് ആണ്, അഥവാ ഡിസൈൻ ആർഗ്യുമെന്റ്സ്. അത് നമ്മൾ ബേസിക്കലി പറയുന്നത് ഒരു കാര്യം സംഭവിക്കുന്നതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ അനലൈസ് ചെയ്യും. അത് ഒരു ഡിസൈനർ ഉണ്ടാക്കിയതാണെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യത എത്ര എന്ന് നമ്മൾ നോക്കും.
ഡിസൈനർ ഇല്ലാതെ അത് സംഭവിക്കാനുള്ള സാധ്യത എത്രയും നമ്മൾ നോക്കും. അപ്പോൾ ഡിസൈനർ ഇല്ലാതെ അത് സംഭവിക്കാനുള്ള സാധ്യത കുറവാണെങ്കിൽ അത് സംഭവിച്ചതിൽ നിന്ന് ഡിസൈനർ ഉണ്ട് എന്ന് നമ്മൾ ഇൻഫർ ചെയ്യും. അവിടെ ചില ഫിരദോഷികൾ ചോദിക്കുന്നത്, ഇപ്പം മല്ലു അനലിസ്റ്റ് ഒക്കെ എടുക്ക് പറയുന്നുണ്ട്, പ്രപഞ്ചം കോംപ്ലക്സ് ആണെങ്കിൽ അതിനേക്കാൾ കോംപ്ലക്സ് ആയി ആ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവ് അതിനേക്കാൾ കോംപ്ലക്സ് ആയിരിക്കും, ആ സൃഷ്ടാവിന് ഡിസൈനർ വേണ്ടത് എന്നുള്ളത്. ഈ വിവരദോഷികൾ വീണ്ടും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ഇത് അദ്ദേഹം കോസ്മോസ് പുസ്തകം 1980 തോന്നുന്നു കോസ്മോസ് എഴുതിയത്. ഐ എം നോട്ട് ഷുവർ, ലൈക്ക് കാൾ സാഗൻ മരിക്കുന്ന ആ സമയത്തിട്ടാന്ന് തോന്നുന്നു. ഇനി അതിനു മുമ്പ് എഴുതിയ പുസ്തകമാണ്. ലൈക്ക് കാൾ സാഗന്റെ സമയത്തും ഉണ്ട്, ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും ഈ വിഷയം. ഇത് ഏതൊരു ടെലിയോളജിക്കൽ ആർഗ്യുമെന്റും ആദ്യം നിങ്ങൾ എടുത്തു നോക്കിയാൽ ആദ്യം ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത്, ഇപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന, വളരെ പോപ്പുലർ ആയിട്ട് വരുന്ന ഒരു ടെലിയോളജിക്കൽ ആർഗ്യുമെന്റ് ആണ് സൈക്കോഫിസിക്കൽ ഹാർമണി. സൈക്കോഫിസിക്കൽ ഹാർമണിയിൽ ആ പേപ്പറിൽ, അവർ പബ്ലിഷ് ചെയ്യുന്ന ആ പേപ്പറിൽ നല്ലൊരു ശതമാനം ഭാഗവും അവർ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ദൈവത്തിന്റെ പ്രയർ പ്രോബിലിറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ പ്രയർ പ്രോബിലിറ്റി അഥവാ ദൈവം ഉണ്ടാവാനുള്ള സാധ്യത, അത് തെളിവുകൾ പരിശോധിക്കുന്നതിന് മുമ്പ് ദൈവം ഉണ്ടാവാനുള്ള സാധ്യത എത്ര എന്ന് പരിശോധിച്ചിട്ടാണ് എന്ന കാര്യം ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. അല്ലാതെ ഇവർ പറയുന്നത്, ഇവരുടെ ഇത് കേട്ടാൽ തോന്നുക ഇവരിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ ഇതിനൊന്നും മറുപടി പറയുന്നില്ല എന്നുള്ളതാണ്. കാരണം 1980 കാര്യമൊക്കെ കൂട്ടത് 1980 2026 വരെ മറുപടി കൊടുത്ത് കഴിഞ്ഞു. ഇനി ഇവർ ചെയ്യേണ്ട എന്താ, ഈ മറുപടി കൊടുത്തതിന് വൈശാഖൻ തുമ്പിക്കുള്ള സ്ഥിരം സ്വഭാവമാണത്. ഈ പണ്ടെങ്ങാനോ ആരോ പറഞ്ഞ കാര്യത്തിലാണ് ഉപ്പിൽ പോയി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ മറുപടി കൗണ്ടർ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, അതിന് കൗണ്ടറിന് കൗണ്ടർ പറയാ എന്നുള്ളതാണ്. ഓശോ നമുക്ക് ക്ഷമിക്കാം, ഓശോ കുറെ മുമ്പിലാണല്ലോ. ഇപ്പോഴുള്ള വിവരദോഷികളോട് നമ്മൾ പറയുന്നത് എന്താ, ആ പണ്ടത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ലൈക്ക് അതിന്റെ റെസ്പോൺസ് വന്നു കഴിഞ്ഞു. ലൈക്ക് ഇപ്പം ദൈവത്തിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ കൃത്യം പറയുന്നു, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ദൈവം ഓൾ പവർഫുൾ ആണ്. ഇപ്പൊ ദൈവത്തിനൊരു ലക്ഷ്യം നമ്മൾ പറയാണ് ഒരു 10 പവർ ഉണ്ട് എന്ന് വിചാരിച്ചോ. ഒരാൾ പറയാണ് ദൈവത്തിന് 10 പവർ ഉണ്ട് എന്നൊരാൾ പറയാണ്. അല്ലെങ്കിൽ ദൈവത്തിന് ഒരു ഇന്ന നമ്പർ ഓഫ് ക്വാളിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് ഒരാൾ പറയുകയാണ്, വെറുതെ പറയുകയാണ്. അവിടെ ഇത് ബേസിക്കലി ഇവർ തന്നെ ഇതിന് ഉദാഹരണം കൊണ്ടുവരാറുണ്ട്. ഇപ്പം എന്താണ് മറ്റേ ടീപോട്ടിന്റെ ഉദാഹരണം. ടീപോട്ടിന്റെ പ്രയർ പ്രോബിലിറ്റി കുറവാണ്. എന്തുകൊണ്ട് കുറവാണ്? കാരണം അത് ടീപോട്ട് ആവാമായിരുന്നു, അതൊരു ബാസ്കറ്റ് ബോൾ ആവാമായിരുന്നു, അതല്ലെങ്കിൽ അതൊരു ഫുട്ബോൾ ആവാമായിരുന്നു, അതല്ലെങ്കിൽ അതൊരു പുസ്തകമാവാമായിരുന്നു, എന്തും ആവാമായിരുന്നു. അങ്ങനെ ബില്യൺ കണക്കിന് പോസിബിലിറ്റീസ് ഉള്ളിടത്തു നിന്നാണ്, അല്ലെങ്കിൽ ബില്യൺ അല്ല അതിലധികം പോസിബിലിറ്റീസ് ഉള്ളതിനകത്ത് നിന്നാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഒരു ടീപോട്ട് സെലക്ട് ചെയ്യുന്നത്, ഒരു ടീപോട്ട് അവിടെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സാധ്യതകളുണ്ട്, അത്രയും ഈക്വലി ലൈക്ലി ആയിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ഒരു ഡൈ ടോസ് ചെയ്താൽ അതിൽ 6 കിട്ടാനുള്ള സാധ്യത എത്ര? 1/6. കാരണം ബാക്കി 6 സൈഡുകളുടെ ഈക്വലി ലൈക്ലിയാണ്. അതേപോലെ ഈ പറയുന്ന ചൊവ്വക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ടീപോട്ട്, അത് ടീപോട്ട് ആവാനുള്ള സാധ്യത എത്രയാണ്? ടീപോട്ട് ആവാം, ബാസ്കറ്റ് ബോൾ ആവാം, എന്തും ആവാം. ലൈക്ക് ഇത്രയും സാധ്യതകളിൽ ടീപോട്ട് ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഹൈലി അൺലൈക്ലിയാണ്. അതേപോലെ അതിന്റെ ലൊക്കേഷൻ എവിടെ വേണമെങ്കിലും ആവാം. അത് ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ ആവാനുള്ള സാധ്യത തെളിവുകൾ പരിശോധിക്കുന്നതിന് മുമ്പുള്ള കാര്യമായിട്ട് പറയുന്നത്. തെളിവുകൾ പരിശോധിച്ചാൽ ഓഫ് കോഴ്സ് നമുക്ക് ഇപ്പം പല പ്ലാനറ്റുകളും നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ തെളിവുകൾ പരിശോധിക്കുന്നതിന് മുമ്പ് അതിന്റെ പ്രയർ പ്രോബിലിറ്റി വളരെ കുറവായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വിഷയം ഇങ്ങനെയല്ല. ദൈവത്തിന്റെ പ്രയർ പ്രോബിലിറ്റി ഭയങ്കര ഹൈ ആണ്. കാരണം ദൈവത്തിന് ഇതേപോലെയുള്ള ആർബിട്രറി ആയിട്ടുള്ള ലിമിറ്റ്സ് ഇല്ല. ഈ ആർബിട്രറി ആയിട്ടുള്ള ലിമിറ്റ്സ് ഇല്ല എന്ന് പറയുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, ഇതൊക്കെ സയൻസിന്റെ ആർബിട്രറി ആയിട്ടുള്ള ലിമിറ്റ്സ് ഇല്ലാത്തൊരു കാര്യത്തിന് ഹൈ പ്രോബബിൾ ആണ് എന്നുള്ളത് സയൻസിന്റെ ബേസ് ആണ്. അതില്ലാണ്ട് നിങ്ങൾക്ക് ഇൻഡക്ഷൻ ചെയ്യാൻ കഴിയില്ല. കാരണം സയൻസ് അസ്യൂം ചെയ്യുന്നത് യൂണിഫോം ആയിട്ടുള്ള കാര്യം. അപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എല്ലാപ്പോഴും ഈ ഒരു വാല്യൂ ആയിരിക്കും. ഇതൊരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷനാണ് ഗ്രാവിറ്റേഷൻ വാല്യൂ എല്ലാപ്പോഴും ഈ വാല്യൂ ആയിരിക്കും, എക്സെപ്റ്റ് അടുത്ത സെക്കൻഡിൽ മാറും. അതായത് പാസ്റ്റിലൊക്കെ ആ വാല്യൂ ആണ്, ഫ്യൂച്ചറിൽ ആ വാല്യൂ ആയിരിക്കും. പക്ഷെ അടുത്തൊരു സെക്കൻഡ് ഉണ്ടല്ലോ, അടുത്ത ഒരു സെക്കൻഡിൽ, ആ ഒരു മില്ലി സെക്കൻഡിൽ മാത്രം മാറും എന്ന് ഞാൻ പറഞ്ഞാൽ അത് അങ്ങനെ അതും എല്ലാ സമയത്തും ഒരേപോലെ ആണെന്ന് കരുതുന്നതും ഈക്വലി ലൈക്ലി ആണെങ്കിൽ ശ്രദ്ധിക്കുക, അത് അടുത്ത സെക്കൻഡിൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് മാറുന്നതും ഇതുവരെ ഉള്ളതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഈക്വൽ ആയിട്ട് നിൽക്കും, അതേപോലെ തന്നെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കും എന്ന് രണ്ട് വിശ്വാസവും ഈക്വലി ലൈക്ലി ആണെങ്കിൽ സ്വാഭാവികമായി അടുത്ത നിമിഷം എന്ത് സംഭവിക്കും പറയാൻ പറ്റില്ല. കാരണം അടുത്ത നിമിഷം ഗ്രാവിറ്റി ഇതേപോലെ
തന്നെ കണ്ടിന്യൂ ചെയ്യും എന്ന് കരുതുന്നതും കണ്ടിന്യൂ ചെയ്യില്ല എന്ന് കരുതുന്നതും ഈക്വലി ലൈക്ലി ആയിരിക്കും. മനസ്സിലായില്ലേ? മാത്രമല്ല ഈ കണ്ടിന്യൂ ചെയ്യില്ല എങ്കിൽ അത് എന്തൊക്കെ സംഭവിക്കാം? കണ്ടിന്യൂ ചെയ്യില്ല എങ്കിൽ അത് ഒന്നെങ്കിൽ മേലോട്ട് പോകാം, അതല്ലെങ്കിൽ താഴോട്ട് പോകാം, അല്ലെങ്കിൽ എൻ്റെ സ്ട്രെങ്ത് കുറയാം, ഇതൊക്കെ സംഭവിക്കാം. ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. കാരണം കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടിന്യൂ ചെയ്യാൻ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പം സ്വാഭാവികമായും ഇവിടെ എന്താ ചെയ്യുക, ഈ പറയുന്ന ഇതിനെല്ലാത്തിന് ഈക്വൽ ലൈക്ലിഹുഡ് കൊടുത്താൽ, ഇതിനെല്ലാത്തിന് ഈക്വൽ പ്രോബബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാതിരിക്കാനായിരിക്കും കൂടുതൽ സാധ്യത. അപ്പോൾ സയൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പം എന്താ ചെയ്യുക? അപ്പം ചെയ്യുക യൂണിഫോം ആയതിന്, അല്ലെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും എന്നതിന് എന്താണ് ഹൈ പ്രോബബിലിറ്റി ഉണ്ടാവും, അതിന് ഹൈ പ്രയർ പ്രോബിലിറ്റി ഉണ്ടാവും. അങ്ങനെ അസ്യൂം ചെയ്താൽ മാത്രമേ സയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അസ്യൂം ചെയ്യുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ദൈവം ഓൾ പവർഫുൾ ആണ്. ദൈവത്തിന് ഇന്ന 10 പവർ ഉണ്ട്, 5 പവർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഓൾ പവർഫുൾ ആണ്, ഓൾ നോയിങ് ആണ്. ഇത്തരം ആട്രിബ്യൂട്ട്സ് ഉള്ള ഒരു ബീയിങ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ ആർബിട്രറി ലിമിറ്റ്സ് ഇല്ലാതാവുകയും അതിന് ഹൈ പ്രോബിലിറ്റി ഉണ്ടെന്ന് കരുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉള്ളത്. ഒന്നെങ്കിൽ ആർബിട്രറി ലിമിറ്റ്സ് ഇല്ലാത്ത കാര്യത്തിന് ഹൈ പ്രോബിൾ ആണ്, അല്ലെങ്കിൽ ഹൈ പ്രയർ പ്രോബിലിറ്റി ഉണ്ടാവും എന്നുള്ള വാദം നിഷേധിക്കാം. അങ്ങനെ നമുക്ക് സയൻസ് എടുത്ത് തൊട്ട് കളയാം, പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ സയൻസ് യൂസ് ചെയ്യണമെങ്കിൽ ഹൈ പ്രോബിൾ ആയിരിക്കും ആർബിട്രറി ലിമിറ്റ്സ് ഇല്ലാത്തതിന് എന്ന് സമ്മതിക്കാം. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രയർ പ്രോബിലിറ്റി കൂടുതലായിരിക്കും. അവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. ദൈവത്തിന് പ്രയർ പ്രോബിലിറ്റി കൂടുതലാണ് എങ്കിൽ സ്വാഭാവികമായും ദൈവത്തെ വെച്ചുകൊണ്ട് ഇപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ ഡിസൈന് നമുക്ക് ദൈവത്തെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ആ ദൈവത്തെ ആരെ സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല. കാരണം ആ ദൈവം സിമ്പിൾ ആണ്, ലൈക്ക് ഇൻ ദ സെൻസ് ആ ദൈവത്തിൻ്റെ പ്രയർ പ്രോബിലിറ്റി കുറവാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇപ്പം ലെറ്റ്സ് സേ ഒരാൾ എച്ച് സംഭവിച്ചു. ഇവിടെ ഒരാൾ പറയാണ് എച്ച് യാദൃശികമായി സംഭവിച്ചതാണ്. എച്ച് യാദൃശികമായി സംഭവിക്കാനുള്ള സാധ്യത എത്രയാണ്? 1/10 ആണെന്ന് വിചാരിക്കേ. ഓക്കെ, പക്ഷേ എച്ച് വൈ ഉണ്ടെങ്കിൽ വൈ എച്ച് ഉണ്ടാക്കാനുള്ള സാധ്യത 1/2 ആണെന്ന് വിചാരിക്കേ. ഓക്കെ, അപ്പോൾ 2 ഓപ്ഷനാണ് നിന്റെ മുമ്പിൽ ഉള്ളത്. ഒന്നെങ്കിൽ എച്ച് യാദൃശ്യമായി സംഭവിച്ചു എന്ന് വിശ്വസിക്കാം, അതല്ലെങ്കിൽ വൈ എച്ചിന് ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കാം. പക്ഷെ വൈ എച്ചിന് ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിച്ചാൽ നിനക്കൊരു ഹൈപ്പ് കിട്ടും. കാരണം ലൈക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എന്താണ്, 1/2 സാധ്യതയുള്ള ഒരു കാര്യം സംഭവിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അപ്പം വൈ ആണ് എച്ചിന് ഉണ്ടാക്കിയതെങ്കിൽ സ്വാഭാവികമായി വൈക്ക് എത്ര പ്രോബിലിറ്റി ഉണ്ടെന്നുള്ള ചോദ്യം വരും. അപ്പോൾ വൈയുടെ പ്രോബിലിറ്റി ലെറ്റ്സ് 1/30 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ 1/30 ഇൻറ്റു 1/2 എത്രയാ? പ്രോബിലിറ്റി കൂടി 1/60 ആണ്. അപ്പോൾ സ്വാഭാവികമായും വൈയും എച്ചും രണ്ടും കൂടി വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലതെന്താ? എച്ച് യാദൃശ്യമായി ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ ഇതേപോലെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ചാടിക്കേറി എന്താണ് ദൈവത്തെ ആര് സൃഷ്ടിച്ചു, അല്ലെങ്കിൽ പ്രപഞ്ചം കോംപ്ലക്സ് ആണല്ലോ അതിനേക്കാൾ കോംപ്ലക്സ്, അങ്ങനെയല്ല. ഇതിന് കാൽക്കുലേഷൻ ഉണ്ട്. നോക്കുക, ദൈവം ഇല്ലാതെ പ്രപഞ്ചം യാദൃശികമായി, അല്ലെങ്കിൽ ഈ പറയുന്ന ഫൈൻ ട്യൂണിങ് യാദൃശ്യമായി സംഭവിക്കാനുള്ള സാധ്യത എത്ര? 1/10⁻²0. ഓക്കെ, ഇനി നമ്മൾ നോക്കാം ദൈവം ഉണ്ടെങ്കിൽ അത് എത്ര? ലെറ്റ്സ് സേ 1/10 ട്രില്യൺ. ഓക്കെ, ഈ ദൈവം ഉണ്ടാവാനുള്ള സാധ്യത എത്ര? നമ്മൾ ഓൾറെഡി പറഞ്ഞു ദൈവത്തിന്റെ പ്രയർ പ്രോബിലിറ്റി ഹൈ ആണ്. ലെറ്റ്സ് സേ ഒരു 1/10,000 കൊടുത്തോ. ഈ 1/10,000 ഇൻറ്റു 1/1 ട്രില്യൺ കൊടുത്താലും അത് യാദർശികമായി യൂണിവേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത അപ്പോഴും 1/10⁻120 ആണ്. അതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആണ് 1/1000 ഇൻറ്റു, അല്ലെങ്കിൽ 1/10,000, അല്ലെങ്കിൽ പറയട്ടെ 1/1 ബില്യൺ കൊടുത്തോ, അല്ലെങ്കിൽ 1/1 ട്രില്യൺ കൊടുത്തോ. 1/1 ട്രില്യൺ ഇൻറ്റു 1 ട്രില്യൺ. അതായത് ദൈവം ഈ പറയുന്ന പ്രപഞ്ചം ഉണ്ടാക്കാനുള്ള സാധ്യത 1/1 ട്രില്യൺ ആണ്. ദൈവം ഉണ്ടാവാനുള്ള സാധ്യത 1/1 ട്രില്യൺ ആണ്. അപ്പോഴും രണ്ടും കൂടി കൂട്ടിയാൽ തന്നെ 1/1 ട്രില്യൺ മാത്രമേ വരുള്ളൂ. പക്ഷേ യാദൃശ്ചികമായി യൂണിവേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത എത്രയാ? 1/10⁻120 ആണ്. അത് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് ഒരു കാര്യം മാത്രം എടുത്തിട്ടാട്ടോ. ഈ കണക്ക് ഞാൻ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റിന്റെ ആ ഒരു വാല്യൂഡ് ആ ഒരു കാര്യം മാത്രം, അങ്ങനെയുള്ള 100 കണക്കിന് എവിഡൻസ് വേറെ ഉണ്ട്. ഇനിഷ്യൽ കണ്ടീഷനിൽ അതുപോലെ ഉണ്ട്. 1/120 ആ ഒരു വലിയ സംഖ്യ വരുന്നുണ്ട്. ഇത് ഓരോന്ന് ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് വേറെ ഉണ്ട്. അത് ഭയങ്കര വിഷയം എന്താ വെച്ചാൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ ഇതെല്ലാം കിട്ടും ഒരുമിച്ച്. അതാണ് അതിന്റെ മറ്റൊരു ബെനിഫിറ്റ്. അപ്പോ ദാറ്റ്സ് ഹൗ ഇറ്റ്സ് വർക്ക്സ് എന്നുള്ളതാണ്. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പോവല്ല, ഇതാരും സൃഷ്ടി അതാരും സൃഷ്ടി അല്ല. കാൽക്കുലേഷൻ ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് എല്ലാ ഡാറ്റ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിലെ ദൈവത്തിന്റെ വിഷയത്തിൽ മാത്രമുള്ള കാര്യമല്ല. നമ്മൾ നോക്കും, ഓക്കെ, ഇത് യാദൃശ്യമായി സംഭവിക്കാൻ എത്ര സാധ്യത, ഇത് വേറൊരു കാരണം കൊണ്ട് സംഭവിക്കാനുള്ള എത്ര സാധ്യത, എന്നിട്ട് ആ കാരണം സംഭവിക്കാൻ എത്ര സാധ്യത, എന്നിട്ട് ആ കാരണം സംഭവിക്കാനുള്ള സാധ്യതയും ആ കാരണം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യതയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. അതിനേക്കാൾ കുറവാണ് ഇത് യാദൃശ്യമായി സംഭവിക്കാനുള്ള സാധ്യത എങ്കിൽ നമ്മൾ കാരണം ഉണ്ട് എന്ന് മനസ്സിലാക്കും. അതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ കാരണം ഇല്ല എന്ന് മനസ്സിലാക്കും. That's how it works.
സോ ഈ മാത്സും കാര്യങ്ങളും ഒന്നും അറിയാതെ വെറുതെ 1980 ആരോ ചവിറ്റുകൊട്ടയിലിരുന്ന പുസ്തകം കൊണ്ട് ഇപ്പോഴും നടക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തിയോളജിക്കൽ ആർഗ്യുമെന്റ്സ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എല്ലാ പേപ്പറുകളും എന്താണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന, ലൈക്ക് ആ വിഷയത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന പേപ്പറുകളും കാര്യങ്ങളും ഉണ്ട്. ഫോക്കസ് ചെയ്യുന്ന കാര്യമാണ് പ്രയർ പ്രോബിലിറ്റി, ദൈവത്തിന്റെ പ്രയർ പ്രോബിലിറ്റി ഡിസ്കസ്. അവർക്കറിയാം, അവർ നിങ്ങളെ മാതിരി വിവരദോഷികളല്ല, അവർക്കറിയാം their work, അവർക്കറിയാം ഈ പ്രയർ പ്രോബിലിറ്റി ഡിസ്കസ് ചെയ്താൽ മാത്രമാണ് ഈ ആർഗ്യുമെന്റ് സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് അവർക്കറിയാം. they know it very well and they discuss it and they successfully show. അതിനുള്ള ഒരു ആർഗ്യുമെന്റ് ആണ് ഈ സയൻസ് വെച്ചിട്ടുള്ള ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞത്. കാരണം സയന്റിഫിക് റീസണിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആർബിട്രറി മിസ്സില്ലാത്ത ഒരു കാര്യത്തിന് പ്രയർ പ്രോബിലിറ്റി ഹൈ ആയിരിക്കും എന്നുള്ളത്. സോ അതേ സെയിം റീസണിംഗ് ആണ് ഇവിടെയും അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ അദ്ദേഹം ഈ ഓഷോ പറയുന്നതിനകത്ത് ഇങ്ങനെ കാര്യമായിട്ട് കാൽക്കുലേഷൻ ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. അദ്ദേഹത്തിന് തോന്നിയ കുറെ കാര്യങ്ങൾ അയാൾ ഇതൊന്നും പറയുക കേട്ടിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് മാത്രമല്ല. തോന്നുന്നില്ല. അല്ല ഇത് ഓഷോ മാത്രമല്ല, സാധാരണയുള്ള ഏതിസ്റ്റുകളാരും ഇങ്ങനെ രവി സാർ ഈ യുക്തി എന്നുള്ള സാധനം പറയുന്നല്ലാതെ യുക്തി എന്നുള്ള കാര്യം പറയുന്നല്ലാതെ ഇവര് ബാക്കിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഇത് വരുന്നത്, ഈ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കാനുള്ള കാര്യമൊന്നും വർക്ക് അതെ. ഇപ്പൊ ഇവൻ ഓഷോ തന്നെ പറയുന്നതിനകത്തും ഒരു വിഷ്വൽ സർക്കിൾ ഫോം ചെയ്യുമെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. ഇങ്ങനെ ക്രിയേറ്റഡ് ഗോഡിന് പിന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതെ. അങ്ങനെ പോകത്തില്ല. കാരണം നമ്മൾ അവിടെ വെച്ച് തന്നെ ഗോഡ് എന്നുള്ളതിനകത്ത് തന്നെ നിൽക്കുകയാണ്, പിന്നെ അത് സർക്കിളായിട്ട് പോകുന്നില്ല. മാത്രമല്ല പുള്ളി പറയുന്നത് ആ എക്സിസ്റ്റൻസിനകത്ത് തന്നെ നമ്മൾ എക്സിസ്റ്റൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് റെഡ്യൂസബിൾ ടു യൂണിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എൻറ്റിറ്റി അല്ല, അതിനകത്ത് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ചേർന്ന ഒരു സാധനത്തിനാണ് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു 3 കാര്യം മാത്രം എടുക്കുക, എ ബി സി മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിന് ബി എന്ന് പറയുകയും ബി എന്തുകൊണ്ടായി എന്നുള്ളതിന് സി പറയുന്നത് വെച്ചാൽ സി എന്തുകൊണ്ടായി എന്നുള്ളതിന് പിന്നെ വീണ്ടും എയും ബിയും മാത്രമേ അവിടെ ഓപ്ഷൻ ഉള്ളൂ. അത് വരുമ്പോൾ അവിടെ പറ്റുന്നതെന്ന് വെച്ചാൽ സർക്കുലർ റീസണിങ് വരികയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും ലോജിക്കൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമല്ല. അപ്പോൾ പുള്ളി ലോജിക്ക് എന്ന് പറയാതെ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനൂടെ തയ്യാറാണ് എന്നുള്ളതാണ്. അല്ല ഇവിടെ പ്രസന്റ് ചെയ്താണ് ലോജിക്കലി വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്. പുള്ളിക്ക് അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് തിയോളജി എന്ന് പറഞ്ഞാൽ നോൺസെൻസ് ആണ്. കാരണം തിയോ മീൻസ് ഗോഡ്, ലോജിക്ക് മീൻസ് ലോജിക്, രണ്ടും കോൺട്രഡിക്റ്റ് ചെയ്യുന്ന സംഗതികളാണ്. അപ്പോൾ പുള്ളിക്ക് ഈ ലോജിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് തിയോളജി എന്ന് പറയുന്നത് നോൺസെൻസ് ആണ് എന്നുള്ള ഒരു ആർഗ്യുമെന്റ് പുള്ളി ആ വീഡിയോയിൽ പറയുന്നത്. അല്ല, ഇത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ്. കാരണം ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഹൈപ്പോത്തിസിസ് എടുക്കുക, അതാണ് സയൻസ്. ഇവർ പറയുന്നത് ഒരു ഡാറ്റ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹൈപ്പോത്തിസിസ് അതിനേക്കാൾ എപ്പോഴും കോംപ്ലക്സ് ആയിരിക്കും എങ്കിൽ പിന്നെ ഒരു ഡാറ്റ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് ദ ഹോൾ സയൻസ് വർക്ക് ചെയ്യുന്നത് തന്നെ ഒരു ഡാറ്റ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ഹൈപ്പോത്തിസിന് കഴിയും. ആ ഹൈപ്പോത്തിസിന്റെ പ്രോബിലിറ്റി കുറവായിരിക്കും, ലൈക്ക് അതിന്റെ പ്രോഡക്റ്റ് കുറവായിരിക്കും. ആ ഹൈപ്പോത്തിസിസ് ഉണ്ടാവാനുള്ള സാധ്യതയും അത് വെച്ചിട്ട് ഈ ഡാറ്റ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവായിരിക്കും എന്ന കാൽക്കുലേഷനിലാണ് മൊത്തം സയൻസ് വർക്ക് ചെയ്യുന്നത്. കാരണം അതല്ലാതെ ഇതൊരു ബ്ലാങ്കറ്റ്ലി അത് എവറി ഡാറ്റ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹൈപ്പോത്തിസിസ് ആ ഡാറ്റയേക്കാൾ കോംപ്ലക്സ് ആയിരിക്കും അല്ലെങ്കിൽ ഡാറ്റയേക്കാൾ ഇംപ്രോബിൾ ആയിരിക്കും എന്നതാണ് എങ്കിൽ പിന്നെ നമുക്ക് ഒരു ഡാറ്റയിൽ നിന്ന് ഒന്നും ഇൻഫർ ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ ഇൻഫറൻസും എന്തായിരിക്കും, ആ ഡാറ്റയേക്കാൾ ഇംപ്രോബിൾ ആയിരിക്കും. അതിനേക്കാൾ ആ ഡാറ്റ ചുമ്മാ ഉണ്ടായിരുന്നു വിശ്വസിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളതാണ്. സോ ദർ ഇസ് എന്താണ് പ്യുവർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. ആ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഡാറ്റ ചുമ്മാ വന്നെന്ന് വിശ്വസിക്കുന്നതാണോ ബെറ്റർ, അതല്ലെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഹൈപ്പോത്തിസിസ് ബിൽഡ് ചെയ്തിട്ട് അതിന്റെ ബേസിസിൽ ആ ഹൈപ്പോത്തിസിസ് അടക്കം വിശ്വസിക്കുന്നതാണോ, ഹൈപ്പോത്തിസിന്റെ ബേസിസിലാണ് ആ ഡാറ്റ വന്നെന്ന് വിശ്വസിക്കുന്നതാണോ ബെറ്റർ എന്നുള്ളത് ആ കാൽക്കുലേഷന്റെ ബേസിസിലാണ് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ്സ് ഡിഫറെൻറ്റ് ഫ്രം കേസ് ടു കേസ്. അപ്പം ദൈവത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെയാണ് എന്നുള്ളത് ഒരുപാട് സമർത്ഥനങ്ങൾ നടന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്യാനുണ്ട് എന്നുള്ളതിനെ കുറിച്ചെങ്കിലും ഒന്ന് ബോധവാന്മാരായിരിക്കുക എന്നുള്ളതാണ്, ഒന്ന് പ്രിപ്പയർ ആയിരിക്കുക എന്നുള്ളതാണ് ഉള്ളത്.